ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ AICCയോട് ആവശ്യപ്പെട്ടത് KPCC. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ തരൂർ സജീവമാകണമെന്ന് KPCC AICC നേതൃത്വത്തെ അറിയിച്ചു. MPമാരായ MK രാഘവനും ഷാഫി പറമ്പിലുമാണ് നേതൃത്വവുമായി സംസാരിച്ചത്. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, ഈ അവഗണനയുടെ പേരിൽ, ഈ മഹാപഞ്ചായത്തിലെ അവഗണനയുടെ പേരിൽ CPMലേക്ക് പോകുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ശശി തരൂർ. അതിന് പിന്നാലെ ഒന്ന് ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നിലേക്ക് ഇറങ്ങണം, മുന്നണി UDF ഒറ്റക്കെട്ടായി മുന്നണിയിലേക്ക് ഇറങ്ങണമെന്ന് പൊതുവികാരം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണോ ഈ സംസ്ഥാന നേതൃത്വം AICCയോട് തരൂരുമായി നേരിട്ട് സംസാരിക്കണം, ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടത്? ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷം എല്ലാം പറഞ്ഞ് സെറ്റായി കൈ കൊടുത്തു പിരിഞ്ഞു എന്നാണ് തരൂർ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സുധിലക്ഷ്മി. സെൽഫി വ്യക്തമാക്കിയതുപോലെ തന്നെ, കാരണം ശശി തരൂർ ഈ കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ശശി തരൂർ വിമതനായാലേ ശശി തരൂർ പുറത്തു പോകുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ കാര്യമായി ബാധിക്കുമെന്ന് KPCC തിരിച്ചറിഞ്ഞിരുന്നു. കാരണം ശശി തരൂരിൻ്റെ വിഷയവും KPCCയുമായിട്ടുള്ളതാണ്. KPCC യോഗങ്ങളിൽ ഒന്നും തന്നെ ശശി തരൂരിനെ പ്രസംഗിക്കാൻ പോലും അനുവദിക്കാറില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 2 വർഷമായി KPCCയുടെ ഒരു പൊതുയോഗത്തിൽ പോലും, അല്ലെങ്കിൽ പാർട്ടി പൊതുപരിപാടിയിൽ പോലും KPCC അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. KPCCക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ KPCC ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് ശശി തരൂരിൻ്റെ വിഷയം ചർച്ചയായത്. അതുകൊണ്ട് MK രാഘവനെ ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ശശി തരൂരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് MK രാഘവൻ. MK രാഘവനുമായിട്ട്, കോഴിക്കോട് MP കൂടിയ MK രാഘവനുമായിട്ട് നേതൃത്വം ഇത് സംസാരിക്കും. MK രാഘവനെ പ്രത്യേകമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. MK രാഘവൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും KC വേണുഗോപാലും അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായിട്ടും ദീപാദാസ് മുൻഷിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ MK രാഘവൻ KC വേണുഗോപാൽ നടന്ന ചർച്ചയുടെ ഒടുവിലാണ് രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ചർച്ച നീണ്ടുപോയത് 2 മണിക്കൂറാണ്. KPCCയെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ജില്ലകളിൽ ശശി തരൂർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ശശി തരൂർ ഇല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ പാർട്ടിക്ക് തിരിച്ചടി ഏൽക്കുമെന്നാണ് KPCCയുടെയും AICCയുടെയും വിലയിരുത്തൽ. ഇതും കൂടി ഈ പുതിയ തീരുമാനത്തിന് മുന്നിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന് ലീഗിൻ്റെ സമ്മർദ്ദമാണ്. മുസ്ലിം ലീഗ് വളരെ ശക്തമായി ശശി തരൂരിനെ കൂടെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് KPCC ഈ വഴിയിലേക്ക് ചിന്തിച്ചത്. വളരെ ശക്തമായി തന്നെ പാണക്കാട് തങ്ങൾ വളരെ ശക്തമായി തന്നെ ശശി തരൂർ കൂടെ വേണം, ശശി തരൂരിനെ കൂടെ നിർത്തണം, അത് UDFന് വളരെ വലിയ കാര്യമാണ് എന്ന വ്യക്തപരമായിട്ട് നിർദ്ദേശം ശശി തരൂരിനെ കൂടെ നിർത്താൻ വേണ്ടി ലീഗ് സമ്മർദ്ദം ചെലുത്തി എന്നുകൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന് KPCCയെ സംബന്ധിച്ചുള്ള വളരെ വലിയ ആശ്വാസമാണ് അത്. ആ കാര്യത്തിൽ ഇനി KPCCക്ക് അദ്ദേഹം ഒരു ഭയമില്ല. കാരണം അദ്ദേഹം നേരിട്ട് തന്നെ ആവശ്യം AICC കേട്ടു, AICC തരൂരുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്.